നാം പാർക്കേണ്ടതിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഭൂമി വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഗോളമാണ്. വാസ്തവത്തിൽ ഈ ഭൂമിയിൽ ഓരോ രാത്രികൾ, ഓരോ പകലുകൾ വ്യത്യസ്തമായിരിക്കുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും, അപ്പോൾ തന്നെ ആനന്ദത്തിൻ്റെ അനുഭവങ്ങളും, അപ്പോൾ തന്നെ ചിലപ്പോഴൊക്കെ സങ്കടങ്ങളുടെയും വേദനകളുടെയും ഒക്കെ പ്രയാസങ്ങളുടെയും ഒക്കെ ജീവിത സാഹചര്യങ്ങൾ പല ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാറുണ്ട്. എന്നാൽ എല്ലാ ദിവസങ്ങളും ദുഃഖത്തിൻ്റെ ദിവസങ്ങളല്ല, എന്നാൽ എല്ലാ ദിവസവും സന്തോഷത്തിൻ്റെ ദിവസങ്ങളുമല്ല. ഇങ്ങനെ മാറി മാറിയാണ് കാലങ്ങൾ അല്ലെങ്കിൽ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസത്തിൻ്റെ പകുതി പകലും അതിൻ്റെ മറുപകുതി രാത്രിയുമാണ് എന്നതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ ഒരു പകുതി ഒരുപക്ഷെങ്കിൽ രാത്രി പോലെ അല്ലെങ്കിൽ ഇരുട്ട് പോലെയുള്ള ഒരു സാഹചര്യമായിരിക്കാം. എന്നാൽ അതിൻ്റെ മറുപകുതി തീർച്ചയായിട്ടും നല്ല വെളിച്ചത്തിൻ്റെ പകലുകളുടെ ദിവസം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തരുവാനായിട്ട് ഇടയായിത്തീരും. ജീവിതത്തിൽ നമ്മൾ ജനിച്ചു വീണ് ഇന്ന് വരെയുള്ള കാലഘട്ടം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളും ഇരുളടഞ്ഞ ദിവസങ്ങളായിരുന്നില്ല, മറിച്ച് നല്ല പകലുകൾ, നല്ല സന്തോഷത്തിൻ്റെ പകലുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാനിവിടെ പകൽ രാത്രി എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കാലത്തെയാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. തിരുവെഴുത്ത് ഇന്ന് രാവിലെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു സംഗതി ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസ് വിശേഷം 1-ാമത്തെ അധ്യായം 78-79 വാക്യങ്ങൾ. ലൂക്കോസ് വിശേഷം 1-ാമത്തെ അധ്യായം 78-79 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഇരുളിലും മരണനിഴലിലും ഇരുന്നവർക്ക് പ്രകാശിച്ചു, നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുകയാണ്. ആ വേദഭാഗത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളാണ് ഇന്ന് രാവിലെ നിങ്ങളൊന്ന് പങ്കുവയ്ക്കേണ്ടതിന് ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നത്. ഇരുളിലും മരണനിഴലിലും ഇരുന്നവർക്ക് പ്രകാശിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇരുളിലും മരണനിഴലിലും ഇരുന്ന പലവിധമായിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഇന്ന് പുറത്തിറങ്ങി നടക്കാൻ രാത്രികളെ പേടിക്കുന്നവരല്ല മനുഷ്യർ. പണ്ട് കാലങ്ങളിലൊക്കെ രാത്രി പുറത്തിറങ്ങി നടക്കാൻ മനുഷ്യൻ പേടിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആരും തന്നെ രാത്രികളെ പേടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പകലുകളേക്കാൾ കുറച്ചുകൂടി രാത്രികാലങ്ങളാണ് ജീവിതത്തെ കുറച്ചുകൂടി സജീവമാക്കി നിർത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. രാത്രികാലങ്ങളിൽ ഉള്ള ഒത്തുകൂടലുകൾ, ഒരുമിച്ചുള്ള സല്ലാപങ്ങൾ, സന്തോഷങ്ങൾ, ഭക്ഷണപാനീയങ്ങൾ, ഇതൊക്കെ രാത്രികളിലാണ് ഇന്ന് സജീവമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും രാത്രികളെ പേടിക്കുന്നില്ല, അല്ലെങ്കിൽ ഇരുട്ടിനെ ആരും തന്നെ ഈ കാലഘട്ടത്തിൽ പേടിക്കുന്നില്ല. ഇവിടെ ഇരുൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ സാഹചര്യങ്ങളാണ്. പലരും നമ്മുടെ മുമ്പിൽ കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ നടക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ ഒരു ഇരുളുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പലരെയും ജീവിതത്തിൽ നമ്മൾ അടുത്തറിയാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിലെ ഇരുളുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പലപ്പോഴൊക്കെ നമ്മളുടെ മുന്നിൽ കാണുന്ന ആൾക്കാർ വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും ആഘോഷത്തോടും കൂടിയാണ് അവർ നടക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകാം. പക്ഷേ അവർ അഭിമുഖീകരിക്കുന്ന ഇരുളുകൾ വളരെ ആഴമുള്ളതാണ്. പലപ്പോഴും ആ ഇരുളുകളിൽ നിന്ന് അവർക്ക് പുറത്തു വരാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഈ ഇരുളിന് മറ്റൊരു സവിശേഷതയുണ്ട്. ഇരുളിങ്ങനെ സജീവമായിരിക്കുമ്പോഴത്തേക്കും അതൊരു മരണനിഴലിന് തുല്യമായിരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇരുള് അധികമാകുമ്പോഴാണ് മരണത്തിൻ്റെ ഒരു ഭീതി എല്ലാവരുടെയും ജീവിതത്തിൽ വന്നു വീഴുന്നത്. ജീവിതത്തിൻ്റെ ഇരുളുകളാണ് മനുഷ്യനെ വാസ്തവത്തിൽ മരണത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായിത്തീരുന്നത്. വലിയ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാർ പിന്നീട് ആ ഭാരം അവർക്ക് മരണത്തിലേക്ക് വഴിമാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ഇങ്ങനെ ഇരിക്കുന്നവരുടെ ഇടയിൽ ഒരു ഉദയം സന്ദർശിച്ചിരിക്കുന്നു എന്നാണ് സുവിശേഷകനായിരിക്കുന്ന ലൂക്കോസ് പരിചയപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു, ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് രാവിലെ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നവരിൽ ഇന്നും ജീവിതത്തിൽ ഇരുളടഞ്ഞതുപോലെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ, എങ്ങും ഒരു പ്രകാശമില്ലാത്തതുപോലെ, എന്ത് ചെയ്തിട്ടും ഒരു വെളിച്ചം ഭവനത്തിനകത്തോ കുടുംബത്തിനകത്തോ മക്കളിലോ നമ്മുടെ ജീവിതത്തിലോ ഭാവിയിലോ ഒന്നും കാണാൻ കഴിയാത്ത തരത്തിൽ ഇന്നും ഇരുളടഞ്ഞ ഒരു ജീവിത സാഹചര്യമാണ് നമ്മുടേതെങ്കിൽ, പരിശുദ്ധാത്മാവിന് ഇന്ന് രാവിലെ നമ്മളോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു ഉദയം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ഒരു ഉദയം നമ്മെ സന്ദർശിക്കേണ്ടതിനായിട്ട് ജീവിതത്തിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ മരണനിഴലിൽ ഇരുന്ന ആൾക്കാരാണെന്ന് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. മത്തായി സുവിശേഷം 4:12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, സെബലൂൺ, നഫ്താലി, ജാതികളുടെ ഗലീല എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇരുന്നവർ മരണനിഴലിൽ ഇരുന്ന ആൾക്കാരായിരുന്നു. അവിടെ അവരുടെ ജീവിത സാഹചര്യത്തെയാണ് അവിടെ പ്രതിദാനം ചെയ്യുന്നത്. അന്ന് പലസ്തീനിലെ ഏറ്റവും മോശപ്പെട്ട ദാരിദ്ര്യമായിരിക്കുന്ന അനുഭവത്തിൽ ജീവിക്കുന്ന, ഏറ്റവും താഴേക്കിടയിൽ ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു സെബലൂൺ, നഫ്താലി,
ജാതികളുടെ ഗലീലയൊക്കെ ഏറ്റവും താഴേക്കിടയിലുണ്ടായിരുന്ന ആൾക്കാരാണ്. ഉന്നത ശ്രേണിയിലുള്ള ആൾക്കാർ അന്ന് പലസ്തീൻ്റെ വിവിധ ഇടങ്ങളിൽ ഉണ്ടായിരുന്നപ്പോഴും ഈ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർ ഇരുട്ടിലായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യം ഇരുളടഞ്ഞതായിരുന്നു. ആ പ്രദേശത്തിലുള്ളവർക്കാണ് ഉയരത്ത് നിന്നുള്ള ഉദയം സന്ദർശിക്കുവാനായിട്ട് ഇടയാത്തിരുന്നത്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതം ഇതുപോലെ സെബുലൂനെ പോലെ, നഫ്താലിയെ പോലെ, ജാതികളുടെ ഗലീലെ പോലെ ഏറ്റവും താഴേക്കിടയിൽ എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിലെ ഇരുള് മാറാൻ കഴിയാതെ കുറച്ചുകൂടി പ്രകാശകരമായിരിക്കുന്ന ഒരു ജീവിത അനുഭവത്തിലേക്ക് വരണമെന്ന് കൊതിച്ചുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഒരു ഉദയം സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. ആരാണ് ഈ ഉദയം എന്നറിയാമോ? തിരുവെഴുത്തിൽ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ആ ഉദയ നക്ഷത്രം. തീർച്ചയായിട്ടും അവൻ നമ്മുടെ ജീവിതത്തിൽ ഉദിച്ചു കഴിഞ്ഞാൽ, അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അവൻ നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കി കഴിഞ്ഞാൽ പിന്നെ ഇരുളിന് അവിടെ സ്ഥാനമുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ ജീവൻ്റെ വെളിച്ചമാകുന്നു, എന്നിൽ നടക്കുന്നവൻ ആ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ വെളിച്ചം നമ്മെ ഒന്ന് സന്ദർശിക്കേണ്ടതിന് ഇന്ന് രാവിലെ നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നും ഇരുളടഞ്ഞ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറയാം, കർത്താവെ, ആ ഇരുട്ട് മാറ്റാൻ നിൻ്റെ വെളിച്ചം എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ശുശ്രൂഷയിലേക്ക്, എൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് ആ വെളിച്ചം ഒന്ന് അയക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് ഇടയായിത്തീരട്ടെ. പിശാചും അവൻ്റെ കൂട്ടരും നശിപ്പിച്ചു കളഞ്ഞ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ ആദ്യത്തെ ശബ്ദം പുറപ്പെട്ടു വരുന്നത് പ്രകാശമുണ്ടാകട്ടെ എന്നതായിരുന്നു ദൈവത്തിൻ്റെ ആദ്യത്തെ ശബ്ദം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവം സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ദൈവം വാക്കിനാൽ നിർമ്മിച്ചത് പ്രകാശമുണ്ടാകട്ടെ അല്ലെങ്കിൽ വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ളതാണ്. ഏതാണ് ആ വെളിച്ചം എന്നറിയാമോ? അത് ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ്. അത് കർത്താവായ യേശു ക്രിസ്തു എന്ന പ്രകാശമാണ്. എല്ലാ ശൂന്യതകളെയും മാറ്റി, എല്ലാ ഇരുളുകളെയും മാറ്റി, എല്ലാവിധമായിരിക്കുന്ന മരണ നിഴലുകളെയും മാറ്റി നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കി തീർക്കാൻ ഇന്ന് രാവിലെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിന് കഴിയും, വെളിച്ചമായിരിക്കുന്ന യേശുവിന് കഴിയും. അവനിൽ നടക്കുന്നവർ ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കേണ്ടതിന് ആ വെളിച്ചം നമ്മുടെ കുടുംബത്തിനകത്തേക്ക് കടന്നു വരേണ്ടതിന് ഇന്ന് രാവിലെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മരണനിഴലിൽ ഇരുന്നവർക്ക് പ്രകാശിച്ചു, അവരുടെ കാലുകൾ പിന്നീട് സമാധാന മാർഗത്തിലായി എന്ന് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നു. നിശ്ചയമായിട്ടും ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്നുള്ള ഈ ഇരുളുകൾ മാറി, മരണ നിഴലുകൾ മാറി, നിങ്ങൾ സമാധാന മാർഗത്തിൽ നിങ്ങളുടെ കാലുകളെ ചലിപ്പിച്ച് മുന്നോട്ട് നടക്കുന്ന ഒരു നല്ല ദിവസം ദൈവം നിങ്ങൾക്ക് നൽകി തരുന്നുണ്ട്. ആ ഉദയത്തിൻ്റെ സന്ദർശനത്തിന് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.